chapter 40. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം and from verses 9 to 11, 9, 10 and 11. ഒന്ന് വായിച്ചാട്ടെ. Thank you, Ashil, for reading those verses aloud. God bless you. ഇന്ന് പകൽക്കാലം ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. ഐസയ ചാപ്റ്റർ 40, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായത്തിൽ നിന്നാണ് ഈ പകൽക്കാലം നാം വായിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. സ്തോത്രം. സോ ഐസയ ചാപ്റ്റർ 40 to chapter 55 is one. Like there are different sections in the book of Isaiah, and Isaiah chapter 40 to 55 is one section. Praise God. അത് ഒരു പ്രത്യേക സെക്ഷനായിട്ട് chapter 40 to 55 നിൽക്കുകയാണ്. And when you read through chapter 40 to 55, it is talking about a God who can be trusted and who is faithful. ആശ്രയിക്കാൻ കൊള്ളാവുന്ന വിശ്വസ്തനായ ഒരു ദൈവത്തെ പറ്റിയാണ് 40 തൊട്ട് 55 വരെയുള്ള അധ്യായങ്ങളിൽ നമുക്ക് കാണുവാൻ തക്കനിടയായിത്തീരുന്നു. സോ ഫ്രം ചാപ്റ്റർ 40 to 55 we see, we read about a God who can be trusted and who is faithful. Hallelujah. അങ്ങനെ ഒരു ദൈവം നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് നല്ലതല്ലേ? Praise God. There is a God whom we can trust always. Hallelujah. We serve a God who is faithful. വിശ്വസ്തനായ, ആശ്രയിക്കാൻ കൊള്ളാവുന്ന നല്ല ഒരു ദൈവം നമുക്ക് വേണ്ടിയുണ്ട്. Praise God. Hallelujah. So do not worry about anything. Praise God. Hallelujah. If you ever disturbed in your life, if you ever go through any challenges in your life, there is a God who can be trusted and also who keeps his promises. Hallelujah. തന്റെ വാക്കുകൾ, തന്റെ വാഗ്ദത്തങ്ങൾ കീപ്പ് ചെയ്യുന്ന, ആശ്രയിക്കാൻ കൊള്ളാവുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടിയുണ്ട്. When you come to chapter 40, again chapter 40 can also be divide into 3 parts. 40-ാം അധ്യായവും നമുക്ക് 3 ഭാഗങ്ങളായിട്ട് തിരിക്കുവാൻ തക്കവണ്ണം സാധിക്കും. And you read a chapter verses 1 to 11, 1 തൊട്ട് 11 വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുകയാണെങ്കിൽ, സ്തോത്രം, it is talking about God's intention and plans to deliver his people. ദൈവത്തിൻ്റെ ജനത്തെ ദൈവത്തിന് വിടുവിക്കുവാൻ ഉള്ള ദൈവത്തിൻ്റെ ഇൻറ്റൻഷനെ പറ്റിയും ദൈവത്തിൻ്റെ ഉദ്ദേശത്തെ പറ്റിയും ദൈവത്തിൻ്റെ പദ്ധതികളെ പറ്റിയും പ്രൊനൗൺസ് ചെയ്യുകയാണ്. God says, I have intention to deliver my people. I have plans to deliver my people. Hallelujah. ദൈവം തൻ്റെ ഉദ്ദേശങ്ങളെയും തൻ്റെ പദ്ധതികളെയും ദൈവം വിളംബരം ചെയ്യുകയാണ്. സ്തോത്രം. എന്നിട്ട് and when you come to verses 12 to 26, 12 തൊട്ട് 26 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, it is talking about God's ability, God's strength to deliver his people. Hallelujah. ദൈവം തൻ്റെ ജനത്തെ വിടുവിക്കുവാനുള്ള ദൈവത്തിൻ്റെ ശക്തിയെ പറ്റിയും ദൈവത്തിൻ്റെ കഴിവിനെ പറ്റിയും വിവരിക്കുകയാണ്. So in the first part, God pronounces, he declares his intention about delivering his people. Hallelujah. തൻ്റെ പ്ലാനിനെ പറയുകയാണ്, ഞാൻ എൻ്റെ ജനത്തെ വിടുവിക്കാൻ തക്കവണ്ണം പോകുകയാണ്. And that
declaration is backed up by, the pronouncement, this declaration or his explanation about his strength. Praise God, his ability. അപ്പോൾ ദൈവം ചുമ്മാതെ പറയുകയല്ല, ദൈവം വെറുതെ വിടിവിക്കുമെന്ന് പറയുകയല്ല, മറിച്ച് വിടിവിപ്പാൻ തനിക്ക് കഴിവുള്ളത് കൊണ്ട്, വിടിവിപ്പാൻ തനിക്ക് ശക്തിയുള്ളത് കൊണ്ട് പറയുകയാണ്, ഞാൻ എൻ്റെ ജനത്തെ വിടിവിക്കുമെന്ന്. Praise God. When we say that I will do this thing, there is no promise, that there is no assurance that we will be alive in the next moment. Hallelujah. അല്ലേ, നമ്മളൊരു കാര്യം ഞാനിത് ചെയ്യും എന്ന് പറയുമ്പോൾ അടുത്ത നിമിഷം നമ്മൾ ജീവിച്ചിരിക്കുവോ അതോ ഇല്ലയോ എന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല. But when God says that I will heal my people, when God says that I will deliver my people, when God says that I will restore my people, he is a God who lives from eternity to eternity, and nothing can stop him from delivering his people. Hallelujah. സർവശക്തനാകുന്ന ദൈവമാണ് നമ്മോട് പറയുന്നത് നമ്മെ വിടുവിക്കുമെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. ഒരിക്കലും മരണമില്ലാത്ത ദൈവം പറയുകയാണ്, ഞാൻ നിങ്ങളെ വിടുവിക്കുമെന്ന്. Praise God. Hallelujah. And when God says a word to us, when God gives a promise to us, believe in him, my beloved. Hallelujah. ഒരു മനുഷ്യനല്ല നമ്മളോട് പറയുന്നത്, ഇന്ന് കാണുകയും നാളെ പുല്ലുപോലെ ഉണങ്ങിപ്പോകുകയും ചെയ്യുന്ന ഒരു മനുഷ്യന്റെ ശബ്ദമല്ല, മറിച്ച് hallelujah, it is the voice of the creator. Hallelujah. The voice of the one who has formed this universe. Hallelujah. He is speaking to us that he has intentions to deliver us. He is speaking to us that he is going to deliver us. Hallelujah. സ്തോത്രം. ദൈവം നമ്മെ ശക്തീകരിക്കുകയും അവൻ നമ്മെ ബലപ്പെടുത്തുകയും അവൻ നമ്മെ വിടുവിക്കുകയും ചെയ്ത ദൈവമാണ്. സ്തോത്രം. And I said, when you come to the third part of this chapter, that is from verses 29 to 31, 29 തൊട്ട് 31 വരെയുള്ള ഭാഗങ്ങളിലോട്ട് കടന്നു വരുമ്പോൾ, it's talking about the changes that the deliverance of God can bring in the life of his people. Hallelujah. The outcome of God's deliverance. Hallelujah. അപ്പോൾ 29-31 വരെയുള്ള വാക്യങ്ങളിൽ മൂന്നാമത്തെ ഭാഗമാണ്. ആ മൂന്നാമത്തെ ഭാഗത്തിൽ കാണുന്നത്, ഈ ദൈവം വിടുവിച്ചാൽ അതിന്റെ റിസൾട്ട് നമ്മുടെ ജീവിതത്തിൽ എന്തായിരിക്കും. It says, hallelujah, it can bring amazing changes in our life. Hallelujah. It can change our name. It can change everything around us. നമ്മളത് വായിക്കുമ്പോൾ എന്തെന്നറിയാമോ, the weary will become strong. Hallelujah. ബലമില്ലാത്തവർ ബലം ഉള്ളവരായി തീരും. Hallelujah. Those who have already decided that I can never fly, they will be able to fly on high. Hallelujah. അവരെ ഉയരത്തിൽ പറക്കുവാൻ തക്കവണ്ണം സാധിക്കും. So when God delivers us, it will bring amazing changes in our life. Hallelujah. നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമാകുന്ന മാറ്റം ദൈവത്തിന്റെ പ്രവർത്തിക്കും ദൈവിക വിടുതലിന് കൊണ്ടുവരുവാൻ തക്കവണ്ണം സാധിക്കും. And how many of you need that this morning? Hallelujah. How many of you need? Hallelujah. If you need, hallelujah, God is there to deliver us. Hallelujah. If you really expect for a deliverance in your life, God is saying that I am ready to do that. Hallelujah. Man, he will bring amazing, praise God, extraordinary changes in our life. Praise God. But what should be the appropriate response? When God says, when God talks about his intention to deliver, and also when God says, and when God explains about his ability to deliver us, what should be our appropriate response? നമ്മുടെ appropriate ആയിട്ടുള്ള റെസ്പോൺസ് എന്തായിരിക്കണം? It says in the third part, says nothing other than wait on the Lord. Hallelujah. ദൈവത്തിനായി കാത്തിരിക്കണം. Praise God. Hallelujah. കാത്തിരിക്കുമ്പോൾ doesn't matter how strong you are or how weak you are. Hallelujah. It doesn't matter, praise God. Hallelujah, how tall you are or how short you are. Hallelujah. എങ്ങനെ
ഉള്ളവനാണെങ്കിലും ആരാണെങ്കിലും വിഷയമല്ല. പകൽക്കാലം കാത്തിരിക്കുകയാണെങ്കിൽ നീ കഴുകനെ പോലെ ചിറകടിച്ചുയരാൻ പോകുകയാണ്. If you are ready to wait, hallelujah, amen, you are going to see amazing changes in your life. Hallelujah, amen. പകൽക്കാലം ഞാൻ പെട്ടെന്ന് മുൻപോട്ട് കടന്നു പോകാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. വായിച്ച വാക്യത്തിലോട്ട് വരുന്നതിന് മുൻപായിട്ട് let me talk a little bit about the second part. രണ്ടാമത്തെ പാർട്ടിനെ പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് സ്തോത്രം ഞാൻ വായിച്ച വാക്യത്തിലോട്ട് കടന്നു വരാം. So the second part is talking about God's ability to deliver, അല്ലേ? അതായത് വേഴ്സ് നമ്പർ 12 to 26, 12 തൊട്ട് 26 വരെയുള്ള വാക്യങ്ങളിൽ സ്തോത്രം ഹല്ലേലൂയ, വിടുവിപ്പാൻ കഴിവുള്ള വിടുവിക്കുന്ന ദൈവത്തിന് എന്ത് ശക്തിയുണ്ട്, എന്ത് കഴിവുണ്ട്, എങ്ങനെ വിടുവിപ്പാൻ കഴിയും എന്നുള്ളതിനെ പറ്റിയൊക്കെ ഈ സെക്ഷന് ഈ പാർട്ടിൽ ഡീൽ ചെയ്യുകയാണ്. സ്തോത്രം. In other words, when you read chapter 40 verse 10, ആദ്യത്തെ പാർട്ടിൽ 10 വരുമ്പോൾ it says God is going to come down. ദൈവം ഇറങ്ങി വരാൻ പോകുകയാണ്. For what? To deliver his people. He declared his intention and also says, I am going to come down. ആ വാക്യം ഇപ്പം നമ്മൾ വായിക്കേണ്ട വേഴ്സ് നമ്പർ 10. ഇതാ യഹോവയായ കർത്താവ് ബലശാലിയായി വരുന്നു, അല്ലേ? വേഴ്സ് നമ്പർ 10, behold the Lord God will come with might. So I say I am going to come down. ദൈവം ഇറങ്ങി വരുവാൻ തക്കവണ്ണം പോകുകയാണ്. But will he be able to deliver his people? എന്നാൽ ഈ ദൈവം ഇറങ്ങി വരുമ്പോൾ ഈ ദൈവത്തിന് തൻ്റെ ജനത്തെ വിടുവിപ്പാൻ തക്കവണ്ണം കഴിയുമോ? കാരണം എന്താണ്? The reason, praise God, at one point we saw that praise God, he was unable to stop Babylonians from conquering his people, അല്ലേ? ഒരു സമയത്ത് നമ്മൾ കണ്ടു ഈ ദൈവം I'm just speaking figuratively, ആലങ്കാരികമായി സംസാരിക്കുകയാണ്. സോ ഒരു സമയത്ത് നമ്മൾ കണ്ടു ഈ ദൈവത്തിന് ബാബിലോണിയരെ സ്റ്റോപ്പ് ചെയ്യാൻ സാധിച്ചില്ല. എന്തിന്? തൻ്റെ ജനത്തെ അടിമയാക്കുന്നതിൽ നിന്ന്, ക്യാപ്റ്റീവ്സ് ആക്കുന്നതിൽ നിന്ന് വിടുവിപ്പാൻ ഈ ദൈവത്തിന് കഴിഞ്ഞില്ല. At one point we saw that this God was not able to stop Babylonians, praise God. Will he able to that same God, will he be able to deliver his people from the same Babylonians? ആ ദൈവത്തിന് സ്തോത്രം, ആ ദൈവത്തിന് ബാബിലോണിയരെ സ്റ്റോപ്പ് ചെയ്യാൻ കഴിയാതിരുന്ന ദൈവത്തിന് സ്തോത്രം, ഈ ബാബിലോണിയരുടെ കയ്യിൽ നിന്ന് തൻ്റെ ജനത്തെ വിടുവിപ്പാൻ കഴിയുമോ? Question അതാണ്, praise God. But the answer come in a very profound way, praise God. If you read read from verse number 12 onward, the very first word, the ആദ്യത്തെ വാക്ക് തന്നെ, the very first word, who, ആര് എന്നുള്ള വാക്ക്, it marks the nature of the passage. ആ ഹോൾ പാസേജിന്റെ 12 തൊട്ട് 26 വരെയുള്ള പാസേജിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഹൂ എന്നുള്ള വാക്കാണ്. ഹൂ, പ്രൈസ് ഗോഡ്, ആര് എന്ന് ഒത്തിരി പ്രാവശ്യം നിങ്ങൾക്ക് ചെയ്തവൻ ആര്, സ്തോത്രം എന്നുള്ള ആര്, ഹൂ എന്നുള്ള വാക്ക്, ഇറ്റ് occurs almost 9 times and all pointing to whom? To Yahweh. Praise God. 9 പ്രാവശ്യം ഹൂ എന്നുള്ള വാക്ക്, ആരെന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. 9 പ്രാവശ്യം അത് റെഫർ ചെയ്യുന്നത് ദൈവത്തെയാണ്, യഹോവയെയാണ്. Praise God. Hallelujah. The question is asked, who did all this? ഇതൊക്കെ ആരാണ് ചെയ്തത്? എന്താണ്? യൂസിങ് ദ വേർഡ് ഹൂ, the questions are asked, who did all these things? എന്തൊക്കെയാണ് ചെയ്തത്? Who has measured the waters in the hollow of his hand and marked off the heavens by span and calculated the dust of the earth by measure and weighed the mountains in a balance and the hills in a pair of scales? Hallelujah. താഴോട്ട് വായിച്ചാൽ ഒരുപാട് കാര്യമുണ്ട്. In verse number 26 കടന്നു വരുമ്പോൾ, lift up your eyes on high and see who has created the stars, the one who leads forth their hosts by number. Praise God. ഇങ്ങനെ who has created this? In other words, who has done this amazing, extraordinary
things, hallelujah, ഈ ആശ്ചര്യമായ, അൺയൂഷ്വലായ, അത്ഭുതകരമായ, in other words, no man can do this, hallelujah. I mean, no able, no strong man can do this. ഒരു മനുഷ്യനും ചെയ്യുവാൻ കഴിയാത്ത അസാധ്യകരമായ, ആശ്ചര്യകരമായ, അത്ഭുതകരമായ ഈ കാര്യങ്ങളെ ചെയ്തവൻ ആര്? Praise God. The question is who? And it says it is none other than the God whom the people of God serve. That is Jehovah, Yahweh. Hallelujah. ആരാണ് ഇത് ചെയ്തത്? അത് മറ്റാരുമല്ല, തന്റെ ജനം സേവിച്ചാരാധിക്കുന്ന അതുല്യനും അത്ഭുതകാരനും ആയ ദൈവമാണ്, യഹോവയാം ദൈവമാണ് ഇതെല്ലാം ചെയ്തത്. And will he be able to deliver? ആ ദൈവത്തിന് വിടുവിപ്പാൻ കഴിയുമോ? The answer is yes, hallelujah, always yes. If he can create this universe, if he can create the stars, if he can create the sun and the moon, he can deliver us, hallelujah. ഈ ദൈവത്തിന് നമ്മെ സേവിപ്പാൻ, നമ്മെ രക്ഷിപ്പാൻ തക്കവണ്ണം കഴിയും. Amen. We ask this question always. എൻ്റെ ദൈവത്തിന് എന്നെ രക്ഷിപ്പാൻ കഴിയുമോ? ആമേൻ. ചന്ദ്രനെ നിർമ്മിച്ച ദൈവത്തിന്, സൂര്യനെ നിർമ്മിച്ച ദൈവത്തിന്, സമുദ്രങ്ങൾക്ക് മണൽത്തരി കൊണ്ട് അതിരിട്ട ദൈവത്തിന്, ആമേൻ, ഹല്ലേലൂയ, കാണുന്ന സകലത്തെയും വെറും വാക്കുകൊണ്ട് വിളിച്ചു വരുത്തിയവന് നിന്നെ രക്ഷിപ്പാൻ കഴിയത്തില്ലെന്നോ? He can deliver you. നിന്റെ കാര്യത്തിനകത്ത് ഇടപെട്ട് ആമേൻ ശാശ്വതമായ ഒരു പരിഹാരം വരുത്തുവാൻ ഈ ദൈവത്തിനല്ലാതെ വേറെ ഏത് ദൈവത്തിന് കഴിയും? Praise God. ആമേൻ. ഈ ദൈവത്തിന് കഴിയുന്ന പകൽക്കാലം. Can you believe, my beloved? Can you believe? Hallelujah. Amen. Praise God. He will deliver you. എത്ര ഭയങ്കരമായ വിഷയമാണെങ്കിലും എൻ്റെ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഇതുപോൽക്കാലം വിശ്വസിക്കുമെങ്കിൽ, if we can trust, I reiterate, hallelujah, I repeat what I said, this Lord can deliver you out of any trouble and chaos, hallelujah. ഏത് വിഷയത്തിൽ നിന്നും നിന്നെ രക്ഷിക്കുവാൻ ഈ ദൈവത്തിന് കഴിയും. Praise God. Hallelujah. Amen. Stotram. And when not only that, താഴോട്ട് നമ്മൾ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. In fact, the second part can be divided into three parts. രണ്ടാമത്തെ പാർട്ടും നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാൻ തക്കവണ്ണം സാധിക്കും. ആമേൻ. എല്ലാത്തിലോട്ടും കടന്നു പോകുന്നില്ല. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. It says, it compares God to the nations and says that God is far beyond and stronger than any nation. It compares God not only to the nations but to idols. വിഗ്രഹങ്ങൾ. എന്നിട്ട് പറയുകയാണ്, idols are nothing. Babylonians served those idols and those idols are nothing before our God. Praise God. അത് മാത്രമല്ല, it also, praise God, compares God with authorities. Praise God. And with creations, and says that amen, praise God, nothing can stop this God. God is way and far beyond than all these things. In other words, in nutshell, it says that when this God come down, amen, to help his people, no one can stop him. Praise God. No powers can stop him. No nation can stop him. No enemies can stop him. No idols can stop him. Nothing can stop him. In the pagalkalam, when God decides to deliver you, and when God comes down to deliver you, nothing can stop you. Amen. Praise God. Your managers cannot stop you. Amen. Praise God. Your friends cannot stop you. Amen. Praise God. No power of this world can stop you. Amen. No friends can stop you. Nothing can stop you. When God is all set to deliver you, amen, nothing can stop him. Praise God. ഇന്ന് എത്രയോട് വിശ്വസിക്കുന്നുണ്ട്? എൻ്റെ ദൈവം എന്നെ വിടുവിപ്പാൻ തീരുമാനിച്ചാൽ, ഇറങ്ങി വന്നാൽ പിന്നെ ഒന്നിനും ദൈവത്തെ തടഞ്ഞു നിർത്താൻ കഴിയത്തില്ല. കാരണം everything is under his feet. Hallelujah. എല്ലാം എൻ്റെ ദൈവത്തിന്റെ കാൽ കീഴെയാണ്. ആമേൻ. പ്രൈസ് ഗോഡ്. ഇന്ന് വിശ്വസിക്കണം, കർത്താവിൽ ഉറച്ചു വിശ്വസിക്കണം.
And I believe that, God is going to deliver some of us. Hallelujah. ദൈവം നമ്മെ സ്തോത്രം ഹല്ലേലൂയ വിടുവിപ്പാൻ തക്കവണ്ണം പോകുകയാണ്. Praise God. Not only that, in the second section, we also see that when God comes down, He comes down with a definite plan. With a definite plan. Certain പ്ലാനുമായിട്ടാണ് ദൈവം വരുന്നത്. Praise God. Verse number 10-ൽ നമുക്ക് പ്ലാൻ കാണാൻ തക്കവണ്ണം സാധിക്കും. Behold, the Lord will come down with his might, with his arm ruling for him. Behold, his reward is with him, and his recompense before him. Praise God. Verse number 11 also is plan. And then when you read from verse 29 to 31, we again see his plans. Hallelujah. God is coming down with a unique plan, with a definite plan. മനസ്സിനകത്ത് കുറിച്ചിട്ട് വെച്ചിരിക്കുന്ന ഒരു പ്ലാനും കൊണ്ട് ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരാൻ പോവുകയാണെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാമോ? ഒരു യുണീക്ക് പ്ലാനുമായിട്ട് മനസ്സിനകത്ത് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു യുണീക്ക് പ്ലാനുമായിട്ട് ദൈവം നിനക്ക് വേണ്ടി മാത്രമായി ഇറങ്ങി വരാൻ പോകുന്നു. How many of you can believe that? Hallelujah. God says, I am coming down with a unique plan, hallelujah, to make some strong and to lift others like eagles with wings. Hallelujah. ചിലരെ ചില ബലഹീനരെ ശക്തിമാന്മാരാക്കുവാൻ, ചിലരെ കഴുകനെ പോലെ ഉയർന്ന് പറക്കുവാനുള്ള ബലം നൽകി തരുവാൻ എൻ്റെ ദൈവം ഡെഫിനിറ്റ് പ്ലാനുമായിട്ട് ഇറങ്ങി വരികയാണ്. Praise God. Hallelujah. Isn't it amazing, my beloved? Hallelujah. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, if you think that you are exhausted, hallelujah, God is going to come down for you. If you think that you are weary, God is going to come down for you. Hallelujah. If you think that this is the end of the road, hallelujah, God is going to come down for you to open a brand new highway for you. Hallelujah. നിനക്ക് വേണ്ടി ഒരു പെരുവഴി തുറക്കുവാൻ എൻ്റെ ദൈവം നമുക്കായിട്ട് ഇറങ്ങി വരാൻ തക്കവണ്ണം പോകുന്നു. Hallelujah. സ്തോത്രം. Amen. So let me go back to the verse which we read. Hallelujah. So that is praise God. നമ്മൾ ഇന്ന് പകൽക്കാലം വായിച്ച ഭാഗം എന്ന് പറയുന്നത് സ്തോത്രം അത് ഫസ്റ്റ് പാർട്ട് നിന്നുള്ളതാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോകാം. the question is, will he be able to deliver? കർത്താവ് വിടുവിപ്പാൻ ശക്തനായിരിക്കുമോ? കാരണം എന്ന് ചോദിച്ചാൽ, since Babylonian they have risen to power, അവരെ ഈ ബാബിലോണിയൻസ് വേൾഡ് പവർ ആയതിനു ശേഷം no one was able to deliver any captives, praise God, from their hands until God delivered his people. Praise God. ഈ ബാബിലോണിയൻസ് വേൾഡ് പവർ ആയതിനു ശേഷം ഒരുപാട് പേരെ അവർ അടിമകളാക്കി. എന്നാൽ ദൈവം ഇസ്രായേൽ ജനത്തെ വിടുവിച്ചൊരു നിമിഷമുണ്ടല്ലോ, ആ നിമിഷം വരെയും ബാബിലോണിൻ്റെ കയ്യിൽ നിന്ന് ഇതുവരെ ആരും ഒരു ക്യാപ്റ്റീവ്സിനെ വിടുവിച്ചിട്ടില്ല. There is no record in the history. Praise God. ഹിസ്റ്ററിക്കകത്ത് ഒരു റെക്കോർഡുമില്ല. Praise God. No one was able to deliver anyone from the hands of the, praise God, Babylonians. So it has not happened in the history. Praise God. But when God came down for the aid of his people, praise God, what has never happened in the history has happened. Hallelujah. ചരിത്രത്തിൽ സംഭവിക്കാത്തത് ദൈവം ഇറങ്ങി വന്നപ്പോൾ സംഭവിച്ചു. Hallelujah. എന്ന് നിങ്ങൾക്ക് എത്ര പേര് വിശ്വസിക്കും? Sometimes, when we want something to happen in our life, the first thing that we do is we just go back and check, is that happened ever in the history? അങ്ങനെ ഒരു രോഗം ഇതുവരെ ഹീലായിട്ടുണ്ടോ? റൈറ്റ്? പ്രൈസ് ഗോഡ്. അങ്ങനെ ഒരു വിടുതൽ ഇതുവരെ ആർക്കും നടന്നിട്ടുണ്ടോ? ഇല്ല. ഹിസ്റ്ററി ഇല്ല, റെക്കോർഡ് ഇല്ലെങ്കിൽ വിൽ കം ടു എ കൺക്ലൂഷൻ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ.
Praise God. God doesn't need the support of the history, my beloved. Hallelujah. It may not have happened in the history, but when God comes down for your aid, it will happen in your life. ചരിത്രത്തിൽ നടന്നിട്ടില്ലാത്തത് നിന്റെ കുടുംബത്തിനകത്ത് നടക്കും. Praise God. ചരിത്രത്തിൽ നടന്നിട്ടില്ലാത്തത് നിന്റെ കരിയറിനകത്ത് നടക്കും. ചരിത്രത്തിൽ നടന്നിട്ടില്ലാത്തത് നിന്റെ തലമുറയുടെ ജീവിതത്തിൽ നടക്കും. Can you believe? Hallelujah. Can you believe? It may not have happened in the history, but it will happen in your life, because my God is coming down with His might. Hallelujah. താൻ ബലശാലിയായി നിനക്ക് വേണ്ടി ഇറങ്ങി വരാൻ പോകുന്നത് കൊണ്ട് ഇതുവരെ സംഭവിക്കാത്തത് നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിനകത്ത് ദൈവം ചെയ്യാൻ പോകുകയാണ്. Hallelujah. Can you trust in this Lord? Hallelujah. ഈ ദൈവത്തിൽ നമുക്ക് വിശ്വസിക്കാം. Praise God. So let's come back to the first part. ഞാൻ പെട്ടെന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. So God is announcing the intention to deliver His people. But then God says, what we see in verse number 3 of chapter 40, verse number 3 ഒന്ന് വായിച്ചാട്ടെ. Yeah. Oh, so it says God is announcing His intention to come down, but He says prepare a highway for the Lord. ഒരു പെരുവഴി എന്ത് ചെയ്യണം? So when we talk about highways, there are twofold implications. രണ്ട് രീതിയിലുള്ള അർത്ഥങ്ങളുണ്ട്. Number one, I have preached a sermon on the first topic, that is God can make a highway for us. ദൈവത്തിന് നമുക്ക് വേണ്ടി പെരുവഴി ഒരുക്കാൻ സാധിക്കും. We see that in the book of Isaiah. But here, this highway is different. It is not that God is going to make a highway for us, but we have to make a highway for God to come down. Praise God. So God says, I have plans to deliver you. I have intentions to deliver you, but make a highway. Make a highway that God can come down. Praise God. എന്നിട്ട് എന്താണ് പറയുന്നത്? വേഴ്സ് നമ്പർ 4 പറയുകയാണ്. വേഴ്സ് നമ്പർ 4, can you read verse number 4 also? Okay, and verse number 5. God says, let there be a plain land so that I can come down. Praise God. Again, there are twofold implication. When God comes down, praise God, every rugged places that അതല്ലേ നമ്മൾ വായിക്കുന്നത്. Praise God. Every rugged terrain will become a broad valley. Praise God. എല്ലാ മലയും കുന്നും താഴ്ന്നും താഴ്വരകൾ പൊങ്ങിയും വരണം. ഒരു സമനിലം രൂപപ്പെടണം. In other words, make a highway. Can we make a highway in our life? What is this highway? You don't have to take all the tools and go to the go to the road and ground and make a highway. No, it's not saying that. Praise God. എനിക്ക് അവിടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് സമയമില്ല, ഞാൻ അതിലോട്ട് പോകുകയും ചെയ്യുന്നില്ല. But if we can wait for the Lord in the presence of the Lord, and if we can humble yourself, and if you can keep your expectation on high, praise God, you are making a highway for the Lord to come down in your life. Hallelujah. പകൽക്കാലം ഞാൻ പറയട്ടെ, ദൈവം തന്റെ ഇന്റൻഷൻ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. All that God is looking for a way to come down, a highway to come down. I would say, praise God, let's take time to pray in these days. Let's take time to fast in these days. Let's take time to be faithful in the presence of the Lord in these days. You are making a highway for the Lord to come down into your life. പകൽക്കാലം പറയട്ടെ, സ്തോത്രം, ഹല്ലേലൂയ. നമുക്കൊരു പെരുവഴി ഉണ്ടാക്കണം. ദൈവം കടന്നു വരട്ടെ, കുടുംബത്തിലോട്ട് കടന്നു വരട്ടെ. കാരണം he has intentions about you. അത് മാത്രമല്ല, സ്തോത്രം. So I said that there are
twofold applications. ഈ വേഴ്സ് നമ്പർ 4 എന്താണ് അത് പറഞ്ഞിരിക്കുന്നത്? എല്ലാ താഴ്വരയും നികന്നും മലയും കുന്നും താണും വരണം. പ്രൈസ് ഗോഡ്. Let every valley be lifted up and every mountain and hill be made low. Praise God. എന്തെന്നറിയാമോ? God should so, in other words, hallelujah, no mountains can stop God from coming down for us. No valley can, praise God, stop God from coming down for us. Nothing can stop God from coming down for us. When God comes down, there will be a plain land. Praise God. If we are preparing a highway, what is the outcome of it? Verse number 5, praise God, the glory will be revealed. ദൈവത്തിന്റെ തേജസ് വെളിപ്പെടും. ദൈവം കടന്നു വരുമ്പോൾ, when God comes down, the glory of the Lord will be revealed. Hallelujah. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് താല്പര്യമുണ്ട്? കർത്താവേ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ മഹത്വം വെളിപ്പെടത്തക്കവണ്ണം കർത്താവേ ഒരു പെരുവഴി ഒരുക്കുവാൻ നീ എന്നെ സഹായിക്കുമാറാകണമേ. ദൈവത്തോട് ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുക. കർത്താവേ, I want to see that glory, O Lord. Hallelujah. പ്രൈസ് ഗോഡ്. ഒരു കാര്യം കൂടെ പറയാം. ഞാൻ ഒരു കാര്യം കൂടെ പറയാം ഭാഗത്തു നിന്ന്. താഴോട്ട് വായിക്കുമ്പോൾ വേഴ്സ് നമ്പർ 6 and 7 it says, hallelujah, a voice says, call out. Then he answered, what shall I call out? All flesh is grass and all its loveliness is like the flower of the field. The grass withers, the flowers fades. When the breath of the Lord blows upon it, surely the people are grass. Then verse number 8 says, and the grass withers, the flower fades, but the word of our God stand forever. Praise God. There is a beautiful thing in this passage. വളരെ മനോഹരമായ ഒരു കാര്യം ഇതിനകത്തുണ്ട്. ഇതെന്തെന്ന് ചോദിച്ചാൽ, it says all men are like grass. എന്താണ്? all men. എല്ലാ ജഡവും എന്താണ്? which includes both his people and the enemies, Babylonians. Praise God. His people are consumed by their own sin and they are like what? Dried grass. Praise God. അവരുടെ സ്വന്തം പാപങ്ങൾ കൊണ്ട് അവർ കത്തിച്ചാമ്പലായി പോയി. യഹൂദന്മാര് അതും അവരും പുല്ലുപോലെയാണ്. And not only that, the Babylonians, they think they are so strong. God says they are also like grass when God comes down. Praise God. ദൈവം കടന്നു വരുമ്പോൾ ഇവരെല്ലാം ഗ്രാസ് ആണ്. like dried grass, withered grass, ഉണങ്ങിപ്പോയ പുല്ലുപോലെയാണ്. That includes his people. അത് അവരുടെ ജനത്തെയും ഇസ്രായേൽ ജനത്തെയും ഉദ്ദേശിച്ച്. അതുകൊണ്ടാണ് എല്ലാ ജഡവും എന്ന് പറഞ്ഞിരിക്കുന്നത്. എല്ലാ ജഡവും. Praise God. And we will think, can this withered, dried grasses ever come to life? ഈ ഉണങ്ങിപ്പോയ പുല്ലുകൾ ഇനിയും പച്ചയായി തീരുമോ? അതിൻ്റെ ഗ്രീൻനെസ് എല്ലാം പോയി. Praise God. Hallelujah. All the greenness of this grass have gone away. Praise God. Hallelujah. ഇത് ഇനി എപ്പോഴെങ്കിലും ഇത് പച്ചയായി തീരുമോ? പച്ചയായി തീരുമോ? ദൈവം പറഞ്ഞ ഒരു കാര്യമേ ഉള്ളൂ. Only the grass have withered, not my word. Praise God. ഉണങ്ങിപ്പോയത് പുല്ലാണ്, പക്ഷേ എൻ്റെ വചനമല്ല. Praise God. My word has life. Praise God. It is the same thing that we see in Ezekiel chapter 37. What we see is, their people they are like dried bones. ഉണങ്ങിയ അസ്ഥിയാണ്. And what did the prophet do? He just started preaching. Because, praise God, ദൈവത്തിന്റെ വചനം ഉണങ്ങിയിട്ടില്ല. Praise God. ദൈവത്തിന്റെ വചനത്തെ ഉണക്കാൻ ആർക്കും കഴിയത്തതുമില്ല. Praise God. ഇന്ന് പകൽക്കാലം there is still hope. Praise God. ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന പലതും ഓർത്ത് ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം പറയട്ടെ, ദൈവത്തിന്റെ വചനത്തിന് ജീവനുണ്ടെങ്കിൽ
ദൈവത്തിന്റെ വചനത്തിന് ജീവനുണ്ടെങ്കിൽ ആമേൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, നിന്റെ കാര്യം തീർപ്പ് കൽപ്പിക്കുവാൻ എന്റെ ദൈവം മതിയായവനാണ്. എത്ര പേര് ഇതുപോലെ വിശ്വസിക്കുന്നുണ്ട്? ആമേൻ, പ്രൈസ്. പുല്ലുണങ്ങി പോകും, പൂവുതിർന്നു പോകും, പക്ഷേ എന്റെ ദൈവത്തിന്റെ വചനം അത് എന്നേക്കും നിലനിൽക്കുന്ന ദൈവവചനമാണ്. ആമേൻ, നിന്റെ ഭാവി ആമേൻ ഇരുളടഞ്ഞു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. Your future will not be in dark. Hallelujah. God still has plans. Amen. Doesn't matter. Amen. You are like a dried grass now. When the word of the Lord hit on your life, hallelujah, amen, you will come back to life. ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ്. ആമേൻ, നീ ഉണങ്ങി പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നീ കരിഞ്ഞു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ കുഞ്ഞിന്റെ ഭാവി ഉണങ്ങിപ്പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. നീ മടങ്ങി വരാൻ പോകുകയാണ്. നീ മടങ്ങി വരാൻ പോകുകയാണ്. എത്ര പേർ ഇന്ന് പകൽക്കാലം വിശ്വസിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കും? ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. ആമേൻ, ദൈവത്തിന്റെ വചനം അത് എന്നേക്കും നിലനിൽക്കുന്നതാണ്. ഒരു ശക്തിക്കും അതിനെ ഒതുക്കാൻ കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം ആമേൻ, കഴുകനെ പോലെ ചിറകടിച്ചുയരുവാൻ, ഓ ബലമില്ലാത്തവർക്ക് ബലം വർദ്ധിപ്പിക്കുന്നവന്, ആമേൻ, ക്ഷീണിച്ചു പോകാതെ ഓടുവാൻ, തളർന്നു പോകാതെ നടക്കുവാൻ, കഴുകനെ പോലെ ചിറകടിച്ചുയരുവാൻ ദൈവത്തിന്റെ വചനം ഇന്ന് പകൽക്കാലം നിനക്കായി ഇറങ്ങി വരികയാണ്. ഹല്ലേലൂയ. Hallelujah. Can we stand in the presence of the Lord? Can we stand in the presence of the Lord? Can we hope? Can we wait upon the Lord? All that you have to do this morning is wait upon the Lord. Wait upon the Lord. ദൈവത്തിലൊന്ന് വിശ്വസിക്കാൻ കഴിയുമോ? നിന്റെ ദൈവം സർവശക്തനാണ്. ഇതുപോലെ വിടിവിപ്പാൻ കഴിവുള്ള വേറൊരു ദൈവമില്ല. ഇതുപോലെ സഹായിക്കുന്ന വേറൊരു ദൈവമില്ല. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. ദൈവം ഇങ്ങനെയാണ്, ഐസയ 43 വേഴ്സ് 11 and 12, ഞാൻ തന്നെ ദൈവം, ഞാനല്ലാതെ ഒരു രക്ഷിതാവുമില്ല. നിങ്ങളുടെ ഇടയിൽ ഒരു അന്യദേവനല്ല. ഞാൻ തന്നെ പ്രസ്താവിക്കുകയും രക്ഷിക്കുകയും കേൾപ്പിക്കുകയും ചെയ്തത്. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ സാക്ഷികൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ തന്നെ ദൈവം, ഇന്നും ഞാൻ അനന്യൻ തന്നെ. എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവൻ ആരുമില്ല. ഞാൻ പ്രവർത്തിക്കും, ആരത് തടുക്കും? ഹല്ലേലൂയ. ആർക്കും തടുക്കുവാൻ കഴിയാതെ വണ്ണം എന്റെ ദൈവം നിനക്കായി പ്രവർത്തിക്കാൻ പോകുന്നു. He is going to come down for us, hallelujah, with his might, hallelujah, with his reward. He is going to come down, hallelujah. നമ്മുടെ പകൽക്കാലം ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കാമല്ലോ. നമുക്കൊരു പാട്ട് പാടി